കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. ചവറയിൽ വെച്ച് കഴിഞ്ഞ ദിവസം നടന്ന TV പ്രേക്ഷക മീറ്റിങ്ങിൽ വെച്ച് കർത്താവിൻ്റെ ദാസൻ തോമസ് കുട്ടി ബ്രദർ പറഞ്ഞ ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം, അതിൻ്റെ ഒന്നാം ഭാഗം, ആദ്യ ഭാഗം നമ്മൾ ഇന്നലെ കേട്ടു. അതിൻ്റെ തുടർന്നുള്ള ഭാഗം ഇന്ന് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. അപ്പോൾ തന്നെ ഒരുപാട് അത്ഭുത സാക്ഷ്യങ്ങൾ നമ്മൾ ഇന്നലത്തെ ആ സന്ദേശത്തിൻ്റെ അവസാനം നമ്മൾ കണ്ടു. ഇന്ന് നമ്മളൊരു അത്ഭുത സാക്ഷ്യം കണ്ട് തുടങ്ങാൻ പോവുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, യേശുവിന് വേണ്ടിയിട്ട് ഒരു വാക്ക് പറയുമ്പോൾ, കർത്താവ് ഒരു ആത്മാവിനോട് നമ്മൾ ആ സുവിശേഷം, നമ്മുടെ സാക്ഷ്യം പറയുമ്പോൾ അവർക്ക് അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും. യേശുവിൽ ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ, യേശുവിൻ്റെ പേര് തന്നെ അത്ഭുതമന്ത്രി എന്ന, അതുകൊണ്ട് ഏതൊരു വ്യക്തി വിശ്വസിച്ച് യേശുവിൽ ആശ്രയിച്ചാലും അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. അങ്ങനെ ഇന്നലെ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നു. ഇന്നും അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. ഇന്ന് നിങ്ങളുടെ ആ വിഷയത്തിന്മേൽ, ദീർഘനാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയത്തിന്മേൽ കർത്താവ് ഇന്ന് അത്ഭുത വിടുതൽ തരാൻ പോവുക. അതുകൂടാതെ ഇന്ന് രോഗികളെ സൗഖ്യമാക്കും. നിങ്ങളും ഒരുപാട് അത്ഭുത സാക്ഷ്യങ്ങൾ പറയാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ ഈ സന്ദേശം നമ്മൾ കേൾക്കുന്നതിന് മുമ്പേ ആദ്യമേ ഒരു സാക്ഷ്യം കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ സന്ദേശത്തിലേക്ക് പോകാൻ പോകുന്നത്. അത്ഭുതകരമായ ഒരു രൂപാന്തരത്തിൻ്റെ സാക്ഷ്യം നമുക്ക് കാണാം. പ്രാർത്ഥനയോടെ നിശ്ചയമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവെ, ഈ സാക്ഷ്യങ്ങൾ പോലെ എനിക്കും സാക്ഷ്യങ്ങൾ പറയുവാൻ ഇടയാകണം എന്നുള്ള പ്രാർത്ഥനയോടെ വേണം ഈ സന്ദേശം കേൾക്കാൻ പോകുവാൻ. അതുകൊണ്ട് നിങ്ങൾ ആ സന്ദേശത്തിലേക്ക് കടക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സഹോദരി നീണ്ടകരയിലെ വാർഡ് മെമ്പർ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ. വാർഡ് മെമ്പർ ഇപ്പോൾ ഇവിടെ വോളണ്ടിയറായിട്ട് നിൽക്കുക. എന്തുവാ വിടുതൽ കിട്ടിയേ? ഞാൻ തോമസ് കുട്ടി ബ്രദർ കൊല്ലത്ത് ശുശ്രൂഷ ചെയ്യുന്ന സമയത്താണ് അവിടെ ആദ്യമായിട്ട് മീറ്റിങ്ങിന് വരുന്ന സമയത്ത് എന്നെ വീട്ടിലൊരു വാഹനം എന്ന് പറഞ്ഞ ഒരു പിക്കപ്പ് വാൻ, അതിൻ്റെ പേര് തന്നെ ദോസ്ത് എന്ന. ഇപ്പം ആ പിക്കപ്പ് വാൻ്റെ പേരാണ് യേശു എൻ്റെ ദോസ്താണ് ഇപ്പം. കാരണം ആ വണ്ടി ഞങ്ങൾ വാങ്ങിച്ച് ഞങ്ങൾ ആകെ തകർന്നടിഞ്ഞ ഒരു സമയത്താണ് ഞാൻ എൻ്റെ യേശുവിനെ തിരിച്ചറിയുന്നത്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ യേശുവിനെ അറിയത്തില്ലായിരുന്നു. ഇനി ഒരു ആക്സിഡൻറ്റിൽ പെട്ട്, അത് തമിഴ്നാട്ടിലൊരു ആക്സിഡൻറ്റിലായി 4 മാസമായിട്ട് വണ്ടി തിരിച്ചു കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഇൻഷുറൻസ് പുതുക്കിയിട്ടില്ലാത്തതുകൊണ്ട് വണ്ടി എനിക്ക് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആകെ വീട്ടിൽ സമാധാനവും സ്വസ്ഥതയും എല്ലാം നശിച്ച ഒരു സമയത്താണ് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത് അന്ന് ഇത് കണക്ക് എല്ലാവരും കാർഡ് എഴുതി കൊടുത്തപ്പോൾ ഞാൻ മാത്രം കൊടുക്കാൻ മറന്നു. എൻ്റെ കൈ വെച്ചിരുന്നു. തോമസ് കുട്ടി ബ്രദർ എല്ലാം കൂടെ അടുക്കി വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ സങ്കടപ്പെട്ടായോ എൻ്റെ കാർഡ് കൊടുത്തില്ലല്ലോ എന്ന്. പക്ഷേ സ്വർഗത്തിലെ എൻ്റെ കർത്താവ് എൻ്റെ ആവശ്യം കണ്ടു. പ്രാർത്ഥന കഴിഞ്ഞ് 7ാമത്തെ ദിവസം വണ്ടി നീണ്ടകരയിൽ വന്നു തിരിച്ച്. ഇനി കിട്ടത്തില്ലെന്ന് കരുത വണ്ടി. പിന്നെ മാത്രമല്ല, വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതം ഒരുപാട് മാറി. ഞാൻ നാക്കെടുത്ത പച്ച തെറിയെ വിളിക്കത്തോളായിരുന്നു. എൻ്റെ മക്കളെ പോലും. എൻ്റെ പൊന്നെ, അല്ല, എൻ്റെ നീണ്ടകരയിലുള്ള പലരും ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ അയൽവാസികൾക്കറിയാം. സത്യത്തിൽ ഞാൻ തെറി പറയുന്ന കേട്ടാൽ വിചാരിക്കും ഏതോ തെറി കോളേജിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്ത് വന്നതാന്ന് വിചാരിക്കും. അതുമാതിരി ഞാൻ വിളിക്കുമായിരുന്നു. ഞാൻ എൻ്റെ ചർച്ചിൽ ഞാൻ സാക്ഷ്യം PhD in തെറി. ആരെങ്കിലും വിചാരിക്കും PhD എടുത്തതാണ് തെറിയിൽ. അത്രയ്ക്ക് ഞാൻ ആ പുഴുത്ത വർത്താനം ഞാൻ പറയുമായിരുന്നു. എനിക്കിത് പറയാൻ ലജ്ജയില്ല. കാരണം എൻ്റെ കർത്താവ് എൻ്റെ നാവിൻ്റെ എൻ്റെ സാത്താൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചിരുന്ന വാക്കുകളെല്ലാം എന്നെ ആ കെട്ടുകളെല്ലാം അഴിച്ചു കളഞ്ഞു. ഞാൻ വചനം കേൾക്കാൻ വേണ്ടി ഞാൻ അന്ന് അവിടെ. ഇത് ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. ഇത് സാധാരണ ഒരാളല്ല പറയുന്നൊരു വാർഡ് മെമ്പറായിരുന്ന സഹോദരിയാണ്. ഇതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവരാജ്യം. മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, ഏതെങ്കിലും സംഘടനയിലേക്ക് മാറ്റാനല്ല യേശു വന്നത് മനുഷ്യരെ രൂപാന്തരപ്പെടുത്താൻ, മനുഷ്യനെ മനുഷ്യനാക്കാനാണ് കർത്താവ് വന്നത്. അങ്ങനെ ഞാൻ പോലും അറിഞ്ഞില്ല. പക്ഷെ ഞാൻ മുമ്പ് പലപ്പോഴും ധ്യാനങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എൻ്റെ യേശുവേ, എനിക്ക് ചീത്ത പറയുന്ന സ്വഭാവത്തിൽ നിന്ന് മാറണം. പക്ഷെ ഞാൻ ശ്രമിച്ചിട്ട് മാറാൻ പറ്റിയില്ല. പക്ഷെ എൻ്റെ കർത്താവ് എന്നെ മാറ്റി. പണ്ട് ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ അച്ഛന്മാർ നിങ്ങൾ കുനിഞ്ഞ് നിവർന്നേ എന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തർ കുനിയെ നിവരം ചെയ്യുമ്പോൾ ഞാൻ ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ അടുത്തിരുന്ന ചേച്ചിയോട് പറയായിരുന്നു, നമ്മളിവിടെ പലരും കരുതുമായിരിക്കും നടുവേദന മാറി കൈ പൊക്കാൻ പറ്റാത്തൊരു കൈ പൊക്കി എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ. പക്ഷേ അല്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവമുണ്ട്. എനിക്കിപ്പം 42 വയസ്സേ ഉള്ളൂ. പക്ഷേ ഏറെ വർഷങ്ങളായിട്ട് എനിക്ക് ഭയങ്കര നട്ടല് വേദനയായിരുന്നു. എനിക്കൊരു റൂം തൂക്കാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെ വസ്ത്രം പോലും കഴുകാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നടുവേദനയാണ്. എനിക്ക് വയ്യാതാവുമ്പോൾ ഞാനിങ്ങനെ കരയുമ്പോൾ ഞാൻ തുണി സോപ്പിട്ട് കൊടുക്കും. എൻ്റെ ഭർത്താവ് വന്ന് എനിക്ക് സഹായിച്ചു തരുമായിരുന്നു. ആ ആൾ അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് പെടലി കയറി ഇങ്ങനെ ഉളുക്കി പിടിക്കും. 5 വയസ്സോടെ മരുന്ന് ഞാൻ കഴിച്ചില്ല. പക്ഷേ എന്ന് മുതൽ ഞാൻ അന്ന് തോമസ് കുട്ടി ബ്രദർ ചവറയിൽ ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞ ആ ഞായറാഴ്ച പോലെ ചവറയിൽ ആരാധന തുടങ്ങുന്നതെന്ന് പറഞ്ഞ് അന്ന് മുതൽ
വീണ്ടും ഞാനൊരു ഇലക്ഷൻ നിന്ന്. പക്ഷേ ആ സമയത്തുള്ള 2-3 ആഴ്ച ഒഴികെ ബാക്കി എല്ലാ ആഴ്ചയിലും ഞാൻ ആരാധനയ്ക്ക് വരുന്നുണ്ട്. എനിക്കറിയത്തില്ല എനിക്ക് എങ്ങനെ എൻ്റെ നാവിൽ നിന്ന് ഈ തെറിവിളി പോയി, എൻ്റെ രോഗം എങ്ങനെ മാറി. അതുകൊണ്ട് ഈ നടുവേദന മാറിയെന്നും അല്ലെങ്കിൽ കൈ പൊക്കാൻ പറ്റിയെന്നൊക്കെ പറയുന്നത് തട്ടിപ്പല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ സൗഖ്യം അത്. നല്ല പോലെ ഒന്ന് കരമടിച്ച് നല്ല പോലെ. ഇപ്പം ചവറയിൽ ആരാധനയ്ക്ക് വരുന്നുണ്ട്. ഈ സഹോദരി സ്ഥിരമായി ചവറയിൽ ആരാധനയ്ക്ക് വരുന്നുണ്ട്. ഞങ്ങൾ ആരും പറഞ്ഞതല്ല, പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിൽ സ്ഥിരമായി വിശ്വസ്തയോടെ നിന്നപ്പം നാവിൻ്റെ അകത്തെ വന്നുകൊണ്ടിരുന്ന തെറികളെല്ലാം, തെറിപ്പാട്ടുകളും തെറിപ്പാട്ട് മാറി ഭാഷാപരമായോ? ഭാഷാപരമായി ചേർന്ന് കർത്താവിനെ ഇതാ യേശു ചെയ്യുന്നത്. നമ്മുടെ നാവിലെ വേണ്ടാത്തൊക്കെ എടുത്ത് മാറ്റി സ്വർഗീയ ഭാഷ നൽകി തരുന്ന കർത്താവിനെ ഒന്ന് കരമടിച്ച് വായി തുറന്ന് ദൈവമക്കളൊന്ന് സ്തുതിച്ച് ആർപ്പോടെ പോരല്ലോ പോരല്ലോ വാഴ്ത്തി സ്തുതിച്ചേ. സിസ്റ്ററെ, ഇങ്ങനെ ആരും വാസ്തവത്തിൽ തൻ്റെ ജീവിതത്തിലെ മുമ്പുള്ളൊരു കാര്യം തുറന്ന് പറയാൻ മടിക്കും. പക്ഷെ സിസ്റ്റർ തെറിവിളി മാറിയപ്പോൾ മക്കള് സഹോദരിയോട് ചോദിച്ചൊരു കാര്യമുണ്ട്, അമ്മച്ചി ആ പഴയതൊന്ന് പറയാൻ. എന്തുവാ പിള്ളേരെന്തോ പറഞ്ഞേ? മക്കളൊരു ദിവസം എന്നോട് പറഞ്ഞു, അമ്മ ആ പഴയ ഞങ്ങൾക്ക് നിങ്ങളുടെ പഴയ അമ്മച്ചി ഒന്നുകൂടെ കാണണമെന്നുണ്ടോ, ഒന്ന് ഈത്ത വിളിയമ്മ. ഞാൻ പറഞ്ഞു മറന്നുപോയടാ മക്കളെ, അമ്മച്ചിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞു. ഇതാണ് യേശു. ഇതാണ് യേശു കൊണ്ടിരുന്ന ദൈവരാജ്യം. ഇതാണ് നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ലോകമെങ്ങും നിറയട്ടെ. എൻ്റെ വീടിനടുത്ത് എനിക്കൊരു കുഞ്ഞൊരു തയ്യക്കടയുണ്ട്. ഞങ്ങൾ യൂണിറ്റായിട്ട് തുടങ്ങുന്ന ആ തയ്യക്കടയിൽ എൻ്റെ കൂടെ തയ്ക്കുന്ന ഒരു സഹോദരി ഇവിടെ ഇരിപ്പുണ്ട്. ആ സഹോദരിയോട് ചോദിക്കാം. സഹോദരിയോട് ചോദിക്കട്ടെ. ആരാ? പ്രീതി. എഴുന്നേക്കാം. ഈ പറഞ്ഞതൊക്കെ ശരിയാണോ? ശരിയാണെങ്കിൽ ഒന്ന് കൈ വീശി കാണിച്ചേ. കാരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എന്നെ കേൾക്കുന്ന ശുശ്രൂഷകരോട് ഞാനൊരു കാര്യം പറയാം. അളക്കരുത്, പരിശുദ്ധാത്മാവിനെ അളക്കരുത്. ദൈവം നിന്നെ എന്തുമാത്രം ഉപയോഗിക്കുന്നതിന് നീ ഒരളവും പരിമിതിയും കൽപ്പിക്കരുത്. ദൈവത്തിന് ഇനിയും ഉപയോഗിക്കാനുണ്ട്, ദൈവത്തിന് ഇനിയും അയക്കാനുണ്ട്. ചിന്തിച്ചതിലും ചോദിച്ചതിലും അത്യന്തം പരമായി നാം ചോദിച്ചതിലും ചിന്തിക്കുന്നതിലും അത്യന്തം ചിന്തയ്ക്ക് പരിമിതിയുണ്ടോ? ഇല്ല. ചിറകുകൾ കൊണ്ട് പറന്ന് ചിന്തയിൽ എവിടം വരെ വേണേ പോകാം. നിനക്ക് ചിന്തയിലും സ്വപ്നത്തിലും പോകാൻ കഴിയുന്നതിലും അപ്പുറം പരിമിതി കൂടാതെ ഇന്നെല്ലാ അളവ് പാത്രങ്ങളും മാറട്ടെ. അളന്നു വെച്ച പറകൾ എടുത്തു മാറ്റി വിശാലമായ ആത്മീയ അനുഭവത്തിൽ ദൈവം നിന്നെ ആക്കാൻ പോവുക. നിന്റെ കൈകളാൽ രോഗി സൗഖ്യമാകും. സഹോദരി, കുഞ്ഞെ, നീ കാൽ ചവിട്ടുന്ന വീടുകൾ വിടുതലാകും. നീ ചെല്ലുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. നിന്റെ കരത്താൽ കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. ദൈവമക്കളെ, പലപ്പോഴും ദൈവം പ്രവർത്തിക്കാത്തതല്ല പ്രശ്നം, എൻ്റെ അളവാണ് പ്രശ്നം. പരിമിതികളില്ലാത്തൊരു വെളിച്ചമായ വിളക്കായിട്ടാണ് എന്നെ കൊളുത്തി വെച്ചത്. പക്ഷെ ഞാൻ തന്നെ അതിനെ എന്ത് ചെയ്തു? പറകൊണ്ട് അളന്നു വെച്ചു. ഞാനും അളന്നു, നാട്ടുകാരും അളന്നു, അപ്പനും അമ്മയും അളന്നു. സ്തോത്രം. പത്രോസിന് അപ്പനും അമ്മയും കൊടുത്ത പേര് ശീമോൻ. ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വലിയ പഠിത്തം നടത്തിയിട്ടില്ലെങ്കിൽ ഒരു ദൈവദാസൻ്റെ വചനത്തിൽ കൂടെ ഞാൻ കേട്ടത്. ശിമിയോൻ എന്ന പേരിന് അന്നത്തെ ഈ ഞാങ്ങണ, ഓട, പാപ്പിറസ് എന്ന് പറയുന്ന ഈ വളരെ നമ്മുടെ ഈ പോതപ്പുല്ലൊക്കെ പോലെ ഉള്ള ഒരു പുല്ലിൻ്റെ ആ പേര് ഞാങ്ങണ എന്ന പേരുമായി ആ പേരിന് ഒരു പര്യായ അർത്ഥത്തിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ താന് ജനിച്ച കാലം മുതലേ ഞാനൊരു ഞാങ്ങണയാ, ഞാനൊരു വഴങ്ങുന്നവനാ എന്നൊരു ചിന്ത കടന്നു. എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഇതാ ഈ ഞാങ്ങണ തൻ്റെ അടുക്കൽ വരുന്ന കണ്ടപ്പോൾ യേശുവിനോട് പറഞ്ഞു, നിനക്ക് പാറ എന്ന് പേരാവും. പപ്പായും അമ്മയും നിനക്ക് ഞാങ്ങണ എന്ന് പേരിട്ടെങ്കിൽ സ്വർഗത്തിലെ പപ്പ നിനക്ക് പാറ എന്നാ പേരിട്ടത്. പരിമിതികളില്ലാത്തൊരു വ്യക്തിയാക്കി എന്നെയും നിങ്ങളെയും തീർക്കുവാൻ കർത്താവിൽ വിശ്വസിച്ച ഒരു വ്യക്തിക്ക് ഒരു പരിമിതിയുമില്ല. വീണ്ടും ഞാൻ പറയാം, there is no limits for a person who has been filled with the power of the Holy Spirit. ദൈവം നിന്നിൽ കത്തിച്ച പ്രകാശത്തിന് ലോകം മുഴുവൻ കാണേണ്ടതിന്. ഇങ്ങനെ നമ്മൾ ആ വാക്യത്തിൽ വായിച്ചത്. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കില്ല, എല്ലാവരും കാണേണ്ടതിന്. എല്ലാവരും പറഞ്ഞേ, ആരൊക്കെ കാണണം?
ആ എല്ലാവരും അതിനകത്ത് നമ്മളാ ഒതുക്കുന്നത്. എൻ്റെ വീട്ടിലെല്ലാവരും എന്നാ ഞാൻ ചിന്തിക്കുന്നെങ്കിൽ അത്രേ കാണുള്ളൂ. എൻ്റെ ഗ്രാമത്തിലെല്ലാവരും എന്നാ ചിന്തിക്കുന്നെങ്കിൽ അത്രേ കാണത്തുള്ളൂ. എല്ലാവരും എന്നതിന് നിങ്ങളാ തീരുമാനിക്കേണ്ടിയെന്ന് അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ലോകത്തിലെ സകല മനുഷ്യരും കാണുന്ന നിലയിൽ ഒരു ദൈവപ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ പേരിൽ സ്വയം അളന്നു. പഴയ നിയമകാലത്ത് യാക്കോബ്, എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടുകാരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പുഴുവാണേ പുല്ലാണെന്നൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങളിങ്ങനെ പ്രസംഗിച്ച് അത് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. കർത്താവേ ഞാൻ പുഴുവാണേ പുല്ലാണേ പൊടിയാണ്. കടുത്ത് പറഞ്ഞ കർത്താവ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന്. പണ്ടൊരു ദേവദാസൻ ഞങ്ങളോട് പ്രസംഗം പറയായിരുന്നു, പുഴുവാണെങ്കിലേ ആ മണ്ണിനകത്ത് പോയിരിക്കും. ചില കുറച്ചുകൂടെ താഴ്മ കാണിക്കാൻ വേണ്ടി കഴുതയാന്ന് പറയും. ഇതൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിന്നെക്കുറിച്ച് എന്ത് പറയുന്നു അതാണ് നീയായിട്ട് നിന്നെ അവമതിക്കരുത്, കുറച്ച് കാണരുത്, പറ കൊണ്ട് അളക്കരുത്, നിൻ്റെ അളവ് കൊണ്ട് അളക്കരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അതുകൊണ്ടായിരിക്കണം യെശയ്യാപ്രവചനത്തിലുണ്ട് പുഴുവായ യാക്കോബെ എന്ന് വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു യാക്കോബ് തന്നെ പറഞ്ഞാണ് ഞാൻ ആരാന്ന്, പുഴുവാന്ന്. പുള്ളി കേരളം വഴി വന്നായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഇതിലേ വന്ന ഇവിടുത്തെ പ്രാർത്ഥനകളിലൊക്കെ കൂടി ഇപ്പോൾ അവിടെ ചെന്തോ പ്രാർത്ഥിക്കുക ഞാൻ ആരാ, പുഴുവാ. പുള്ളിക്കത് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടണ്ട, ഞാൻ നിന്നെ ഇരുമ്പ് മെതിവണ്ടിയാക്കും. എന്തോ ആക്കും? ബുൾഡോസർ കണ്ടിട്ടുണ്ടോ? പല്ലുള്ള ഇരുമ്പ് മെതിവണ്ടിയാക്കും. ഒരു പുഴു ഒരു സൈഡിൽ കൂടെ വരുന്നു, ഒരു JCB വരുന്നു എന്ന് കണ്ടേ. ഒരുത്തൻ എന്ത് ചെയ്യാന്നറിയോ, വലിയ ചക്രത്തേലൊക്കെ വന്ന് മലയൊക്കെ മാന്തി താഴെയിടുക, മറ്റവൻ മണ്ണിനകത്തോട്ട് പോവുക. കർത്താവ് നിൻ്റെ പേര് മാറ്റി വിളിച്ചിരിക്കുക. സാത്താൻ നിൻ്റെ ഭവനത്തിൽ കുന്നുകൂട്ടിയ കൂട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, JCB പോലെ മാന്തി തൂരോട്ട് കളഞ്ഞ്, പോരാട്ടമാണെന്ന് പറഞ്ഞിരിക്കാനുള്ള പിശാചിൻ്റെ കെട്ടുകളെല്ലാം മാന്തി തൂരോട്ട് കളഞ്ഞ് വഴിയുണ്ടാക്കി മുമ്പോട്ട് പോകാൻ. അവിടെ വഴിയില്ല, ഇവിടെ വഴിയില്ല, അവരെനിക്ക് പോരാട്ടം, ഇവരെനിക്ക് പോരാട്ടം, അയൽവക്കക്കാർ ചെയ്തിരിക്കാന്ന് പറഞ്ഞിരിക്കാനല്ല, ആത്മാവിൽ നിറഞ്ഞ് മുമ്പോട്ട് പോകണം. ഭയന്നിരിക്കാനുള്ളവരല്ല ദൈവമക്കൾ. ഒന്നാമത്തേത്, എവിടെ വെക്കരുത്? പറയിൻ കീഴിൽ കൊണ്ട് നിങ്ങളുടെ വിളക്കിനെ വെക്കരുത്. യേശുവിനെ വിശ്വസിച്ചവരെല്ലാം കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് കൈ കൊടുത്ത് പറഞ്ഞ അടിപൊളി ഒരു വിളക്കാണല്ലോ കത്തിച്ചിരിക്കുന്നത്, ഇതെല്ലാവരും കാണേണ്ടതാണല്ലോ മോനെ മോളെ. പക്ഷെ മോൻ മൂടി വെച്ചിരിക്കുകയാണോ ചോദിച്ചേ? മോളത് പറയിൻ കീഴിൽ മൂടി വെച്ചിരിക്കുകയാണോ? നിന്റെ അളവുകളാൽ, മറ്റുള്ളവരുടെ അളവുകളാൽ, മറ്റുള്ളവർ നിന്നെക്കുറിച്ച് പറഞ്ഞ അളവുകളാൽ ഇന്ന് മൂടി വെച്ചത് ആരോ വിളിച്ചു പറഞ്ഞ കള്ളപ്രവചനം കേട്ട് ഭയം നിരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. എല്ലാവർക്കും പ്രസിദ്ധനാകുവാൻ, എല്ലായിടത്തും നിന്നെ ഉപയോഗിക്കുവാൻ, യേശു കർത്താവിൻ്റെ നാമത്തിൽ ലോകം അറിയുവാൻ. ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാം, വിളക്കാ കൊളുത്തിരിക്കുന്നു. ചിലരുണ്ടല്ലോ വിളക്കിരുന്നുകൊണ്ട് ഇരുട്ടിനെ പേടിച്ചാൽ എങ്ങനെ ഇരിക്കും? പറ കൊണ്ട് മൂടിയോണ്ടാണ് വിളക്ക് ഇരുട്ടിനെ പേടിക്കുന്നത്, അല്ലേ? പറ കൊണ്ട് മൂടിയാൽ അവിടെ ആര് കയറി വരും? ഇരുട്ട് കയറി വരും. നമ്മുടെ പ്രശ്നമാണ്, അല്ലാതെ അവർ ചെയ്തതും ഇവർ ചെയ്തതും ഒന്നുമല്ല. രണ്ടാമത് കർത്താവ് പറഞ്ഞു അത് കട്ടുക്കീഴെ വെക്കരുത്. എന്താണ് അത്? നമുക്ക് മറ്റൊരു ദിവസം അതിനെക്കുറിച്ച് കേൾക്കാം. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ചിലരുണ്ടല്ലോ എപ്പോഴും റെസ്റ്റാ, ചിലരെപ്പോഴും പറഞ്ഞ മടുത്തു. ഇപ്പോൾ എവിടെയാ ഈ കട്ടിലെന്ന് പറയുന്ന മടുപ്പുകാരെ കാണിക്കുന്നത്? എന്താണ്? പണ്ട് ചെയ്തതെല്ലാം പരാജയം, ഇനി എന്നാ പാകാനാ? സ്തോത്രം. ചെല്ലെങ്ങനാന്നറിയോ, കുറേയൊക്കെ ചെയ്തല്ലോ, മതി. കൈ കൊടുത്ത് പറ, കട്ടിലെന്ന് എഴുന്നേൽക്കുക. നിൻ്റെ മടുപ്പുകളാകുന്ന കട്ടിലിട്ട്, കൈ കൊടുത്ത് പറ, നിൻ്റെ മടുപ്പുകളാകുന്ന കട്ടിലിട്ട് ദൈവം കൊളുത്തിയ വിളക്കിൻ്റെ മുകളിൽ കിടന്നുറങ്ങുകയാണെന്ന് ചോദിച്ചേ. സ്തോത്രം. പണ്ട് പഴയ നിയമകാലത്ത് ഒരു സ്ത്രീ പറഞ്ഞത്, ഒരു രാജ്ഞി, ഒരു സ്ത്രീ ഇസബേൽ പറഞ്ഞത് പേടിച്ച് വലിയ തീ ഇറക്കിയ ആൾ, വലിയ അത്ഭുതം അടയാളം ചെയ്തയാൾ ചൂരച്ചെടിയുടെ കീഴിൽ പോയി കിടക്കുക, എനിക്ക് ചത്താൽ മതി, ആ സ്ത്രീ എന്നെ കൊല്ലും എന്ന് പറഞ്ഞ് കിടക്കുമ്പോൾ ദൈവം വന്നിട്ട് പറഞ്ഞു, എഴുന്നേക്കടാ. ദൈവത്തിൻ്റെ ദൂതനെ വിട്ടിട്ട് പറഞ്ഞു, ഈ അപ്പം നീ തിന്നേ. ആ അപ്പം ഇപ്പം വിളമ്പിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ട് ജീവിക്കും. ഈ വചനം അനേകരെ എഴുന്നേൽപ്പിക്കാൻ പോവാ. ഈ കേട്ടോണ്ടിരിക്കുന്ന വചനം, ഈ അപ്പം ഒന്ന് ഭക്ഷിച്ചാൽ നീ ആള് മാറും. ഞാനൊരു കാര്യം പറയട്ടെ, ശരീരത്തിന് എത്ര ബലമുണ്ടെങ്കിലും മനസ്സ് തളർന്നാൽ എല്ലാം പോയോ ഇല്ലയോ?
പോയില്ലേ? ശരീരത്തെ ബലപ്പെടുത്തുവാൻ അപ്പത്തിനും ബ്രെഡിനും ചോറിനും കപ്പയ്ക്കും സാധിക്കും, പക്ഷെ മനസ്സിനെ ബലപ്പെടുത്തുവാൻ ദൈവ വചനത്തിനെ ഒക്കത്തുള്ളൂ. അവിടെ ദൈവത്തിൻ്റെ മക്കൾ 3 നേരം ഭക്ഷണം കഴിക്കാൻ ഉത്സാഹിക്കുന്ന പോലെ തന്നെ വചനം കേൾക്കാൻ പോകാൻ ഉത്സാഹിക്കണം. ഉത്സാഹിക്കുമോ? വചനം കേൾക്കാൻ പോകാൻ ഉത്സാഹിക്കണം. ആരാധനയ്ക്ക് പോകാൻ ഉത്സാഹിക്കണം. ഈ ശരീരത്തിന് കപ്പയും ചോറും ബലം പകരുമ്പോൾ ഉള്ളിലെ ആത്മാവിന് ബലം പകരുന്ന ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ഈ മനുഷ്യൻ തളർന്ന് അവിടെ കിടക്കുക. ദൈവം പറഞ്ഞു അപ്പം കഴിച്ചോളാൻ പറഞ്ഞു. അപ്പം കഴിച്ചവൻ ബലപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ കിടക്കാനുള്ളവനല്ല, നിനക്കൊത്തിരി ഓടാനുണ്ട്, നിനക്കൊത്തിരി പ്രവൃത്തി ചെയ്യാനുണ്ട്. നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ ആളില്ലേ, നിന്നെ തൊടത്ത് പോലുമില്ല. ആ വ്യക്തിയുടെ ആ ഭാവി എന്താവുമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. നിന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കിടക്കുമ്പോൾ ഇവിടെ ഞാൻ തീർന്നു, താൻ നാട് കടത്തപ്പെട്ടവനായി കിടക്കുമ്പോൾ ഇവിടെ എല്ലാം തീർന്നു എന്ന് താൻ വിചാരിച്ചത്. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ താൻ ആത്മാവിലായപ്പോൾ എന്ത് സംഭവിച്ചു? ആത്മാവിലായപ്പോൾ കട്ടിൽ മാറിപ്പോയി. എനിക്ക് തോന്നുന്നു യോഹന്നാനും ചെറിയൊരു കട്ടിലേക്ക് കയറി കിടക്കുന്നതായിരിക്കും. എഫെസോസിൽ ഇത്രയും നാൾ ശുശ്രൂഷിച്ചില്ല, ഇനിയിപ്പോൾ നാട് കടത്തി മിക്കവാറും ഇവിടെ പോക്കടിക്കും. കൈ കൊടുത്തവർ ആ കട്ടിലെന്ന് എഴുന്നേക്ക്. കിടക്കാറായില്ല, മരണം കാത്ത് കിടക്കാതെ, തീർന്നെന്ന് പറഞ്ഞ് കിടക്കാതെ, ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. 1-2 പേരോട് പറഞ്ഞാട്ടെ, കട്ടിലെ കിടക്കാറായില്ല, തൃപ്തിയായിട്ടില്ല, നിന്നെ ഇനിയും അയക്കാനുണ്ട്. യോഹന്നാനെ, നിന്നെ ചിലയിടത്തോടൊന്ന് വിടാനുണ്ട്. ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗീയ വെളിപ്പാട് നിനക്ക് തരാനുണ്ട്. കട്ടിലെ കിടക്കാതെ ആത്മാവിലായോട്ടെ. ആ പത്മോസ് ദ്വീപിൽ താൻ എല്ലാം തീർന്നു, മരണം മുമ്പിൽ കണ്ട് കിടക്കുമ്പോൾ സ്തോത്രം, യേശു പ്രത്യക്ഷപ്പെട്ടു. ആത്മാവിലായപ്പോൾ ആരെ കണ്ടു? യേശു പ്രത്യക്ഷപ്പെട്ടതല്ല, ആത്മാവിലായപ്പോൾ കട്ടിലേന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ കാണാമെന്ന് പറ. കൈ കൊടുത്ത് പറ. കട്ടിലേ കിടന്നാൽ ഉള്ള കാഴ്ചയെല്ലാം പോവും. നിരാശപ്പെട്ടവിടെ കിടന്നുണ്ടല്ലോ വല്ലവരും പറഞ്ഞ വാക്ക് കേട്ട് ഡൊമീഷ്യൻ ചക്രവർത്തി നാട് കടത്തവൻ്റെ പ്രവൃത്തി കണ്ട് അവൻ അത് ചെയ്തു, അവൻ കൂടോത്രം ചെയ്തെന്നും പറഞ്ഞിരുന്നാൽ അടുത്ത് നിൽക്കുന്ന യേശുവിനെ പോലും കാണാൻ പറ്റത്തില്ല. എന്നാലൊന്ന് ആത്മാവിലായിക്ക്, നീ കണ്ടതൊക്കെ അങ്ങ് മാറിയിട്ട് സ്വർഗം തുറന്ന കാഴ്ച കാണും. സ്വർഗം തുറന്നിരിക്കുന്ന കാഴ്ച. യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ, നീ ഇപ്പോൾ ഈ ലെവലിലെ ചുമ്മാ സ്റ്റെപ്പ് വെച്ച് ഇങ്ങോട്ട് കയറി വാ, ഇവിടെ കയറി വരുവീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ ആത്മാവിലായപ്പോൾ താഴെ മണ്ടത്തരം പറയുന്നവരുടെ കൂടെ അല്ല, ഉയരത്തിൽ അത്ഭുതങ്ങളുടെ സ്ഥാനത്ത് നീ ആയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് യോഹന്നാനോട് പറഞ്ഞു, നീ ചാവുമെന്നാണോ നിന്റെ വിചാരം? മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിൽ. ഇനി പിശാചല്ല നിന്റെ അന്ത്യം തീരുമാനിക്കുന്നു, ഇനി സാത്താനല്ല നിന്റെ അന്ത്യം തീരുമാനിക്കുന്നത്. നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. നീ ഇവിടെ കിടക്കത്തില്ലെന്ന് മാത്രമല്ല, ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വെളിപ്പാട് എഴുതുവാൻ ഞാൻ നിന്നെ വിളിച്ചിരിക്കുക. സഭകൾക്ക് ലേഖനം എഴുതിക്കും. നിനക്കിവിടെ ഒരു ശുശ്രൂഷയുണ്ട്. ഇന്നെ കേൾക്കുന്ന യേശുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളോടൊരു കാര്യം പറയാം. നിനക്ക് പറ്റിയ പ്രതിസന്ധി പോലും ഒരു അത്ഭുത ശുശ്രൂഷയായി മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുക. നിനക്ക് പറ്റിയ അബദ്ധമെന്ന് നീ കരുതുന്ന കാര്യം പോലും ഒരു അത്ഭുതമാക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ് ഇന്ന് പകൽക്കാലം ഇവിടെ ഉണ്ട്. വിളക്ക് കൊളുത്തി ആരും കീഴെ വെക്കരുത്. എല്ലാവർക്കും പ്രകാശിക്കേണ്ടതിന് ദൈവം ഇന്ന് പകൽ ഇവിടെ വലിയ ദൈവപ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും പ്രവേശിക്കേണ്ടതിന്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഒരു സംഭവത്തിനും നിന്നെ ഒതുക്കാനൊക്കത്തില്ല. ദൈവം നിന്നെ കുറിച്ചുള്ള പദ്ധതി എല്ലാവർക്കും പ്രകാശിക്കാൻ, നിന്നെ കളിയാക്കിയവരുടെ മുമ്പിൽ, തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ, വേണ്ടെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ, നീ ചെയ്തത് മണ്ടത്തരമാണെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ നിന്നെ മാനിച്ച് ഉയർത്തി എല്ലാവരും കാണുക വെക്കുവാൻ ആഗ്രഹിക്കുക. എത്ര പേര് നാർപ്പോടെ കർത്താവിനെ സ്തുതിക്കും? തോമസ് ഇതൊരു അത്ഭുത സൗഖ്യമാണ്. ഈ മോക്ക് പനിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് 2 ചെവി അടഞ്ഞിരിക്കുമായിരുന്നു. ഈ മോള് പറയുന്നത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ചെവിയിൽ വന്ന ആരോ തൊട്ടു, 2 ചെവിയും തുറന്നു. മോള് കരയുക. യേശു മോളെ തൊട്ടോ? യേശു തൊട്ടു എന്നെ. യേശു ആ മോളെ തൊട്ടു. ചെവി ഇപ്പം തുറന്നോ? അടഞ്ഞിരിക്കുകയായിരുന്നോ? അമ്മ അറിഞ്ഞ് അത് പോയിക്കോളുമെന്ന്. ഞാൻ പറഞ്ഞ്
യേശു എന്നെ വിടുവിക്കണം. അമ്മ പറഞ്ഞ് അത് പൊക്കോളുമെന്ന്, മോള് പറഞ്ഞ് യേശു വിടുവിക്കുമെന്ന്. അപ്പോൾ ഇപ്പം ചെവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മോള് കൈവച്ച് പ്രാർത്ഥിച്ചോ? വെച്ചു. മോള് തന്നെ വെച്ചു. അന്നേരം യേശു വന്ന് തൊട്ടു. ആ, അപ്പൊ എനിക്ക് തുറന്നു. പതുക്കെ പതുക്കെ ചെവി എന്റെ തുറന്നു. ഇതെന്തിനാണെന്നറിയാം ഇങ്ങനെ സൗഖ്യമാക്കുന്നു? നമ്മളെപ്പോലുള്ള കഠിന ഹൃദയന്മാരുടെ ഹൃദയം തുറക്കാൻ. ഇതൊക്കെ കാണുമ്പോഴും ടി വിയിലൊക്കെ സാക്ഷ്യങ്ങൾ കാണുമ്പം ഇതെല്ലാം ഒരു വേലയാണ്. ഇവരാൾക്കാരെ അഡ്ജസ്റ്റ് നിർത്തി പറയിപ്പിക്കുക. പക്ഷേ ഇങ്ങനെ ഒരു കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാൻ ലോകത്തിൽ ആര് നോക്കിയാലും ഒക്കത്തില്ല. നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്, ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പൂവാന്ന് പറയുന്നു. യേശു മരിച്ചു ഉയർത്തു. ലോകത്തോട് 2000 വർഷമായി പ്രസംഗിക്കപ്പെടുന്ന ഈ സത്യം ഒരിക്കൽ കൂടെ ഞങ്ങൾ വിളിച്ചു പറയട്ടെ. ഇതൊരു മനുഷ്യൻ്റെയും കഴിവല്ല. യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തു. ഒരു വിഭാഗത്തിന് വേണ്ടിയല്ല, സകല മാനവജാതിക്ക് വേണ്ടി. വിശ്വസിക്കുന്ന സഹോദര, നിനക്ക് നിത്യജീവനുമുണ്ട്. ഈ ലോകത്തിൽ ജയകരമായ അനുഗ്രഹം നിറഞ്ഞ ജീവിതമുണ്ടെന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ സൗഖ്യം. അതിനുവേണ്ടി മതം മാറണ്ട, അതിനുവേണ്ടി ഒരു ക്രിസ്തീയ വേഷം ധരിക്കണ്ട. വിശ്വസിച്ചാൽ മാത്രം മതി. ഏതെങ്കിലും ഒരു സഭയുടെ വേഷം കെട്ടണ്ട. ഉയർത്തെഴുന്നേറ്റ കർത്താവിന് ഹൃദയം കൊടുത്താൽ ഈ കുഞ്ഞിനെ ഇപ്പോൾ തൊട്ട യേശു ഓരോരുത്തരെയും തൊടാൻ ഇങ്ങനെ നിൽക്കുക. ഹൃദയങ്ങൾ ചെവി തുറന്നവൻ ഹൃദയങ്ങൾ തുറക്കാൻ നിൽക്കുക. തോമസ് ഒരു അത്ഭുത സാക്ഷ്യമായി സഹോദരിക്ക് യൂട്രസിനകത്ത് മുഴയായ കാരണം 2 വർഷമായി നടുവിന് വേദനയായി ഇരിക്കാനും നിൽക്കാനും കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടെ വന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി കൈവച്ചു. യൂട്രസിനകത്തെ മുഴയും പോയി, നടുവേദനയും പോയി, പൂർണ്ണ സൗഖ്യം. മുഴ പോയെന്ന് എങ്ങനെ അറിയാം? അറിയായിരുന്നു, മുഴ അറിയായിരുന്നു, തൊട്ട അറിയായിരുന്നു. അറിയായിരുന്നു. വയറിനൊരു വീക്കം ഉണ്ടായിരുന്നു. ചെക്ക് വല്ലതും ചെയ്തായിരുന്നു? ഇപ്പൊ ഞാൻ അവിടെ ഇരുന്നോണ്ട് ഇങ്ങനെ അതല്ല, ഡോക്ടേഴ്സിന് അവര് മുഴയുണ്ടെന്ന് പറഞ്ഞു. നല്ലോണം അറിയായിരുന്നു. അന്നേരം ഓപ്പറേഷൻ ചെയ്യണോന്ന് പറഞ്ഞായിരുന്നു. ഡോക്ടർമാര് പറഞ്ഞിരുന്നു ഓപ്പറേഷൻ ചെയ്യണോന്ന്. അങ്ങനെ നടക്കാനൊക്കെ ഭയങ്കര പാടാ, നടുവിന് ഭയങ്കര വേദനയായിരുന്നു. ഇവിടെ വരുമ്പോഴും വേദനയായിരുന്നു. ഞാൻ മേളിൽ നിന്ന് അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ ഫ്രണ്ട് പോയി ഇന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോ എന്റെ ദേഹത്ത് എന്തോ ഒരു തണുപ്പ് പോലെ ഇങ്ങനെ വന്ന് തടവുന്നത് പോലെ തോന്നി. തടവുന്ന ഒരു അനുഭവം ഉണ്ടായി. അങ്ങനെ മുഴയില്ല, ഇപ്പൊ വയറങ്ങ് ചൊട്ടി. വയറ് ചൊട്ടി. ഇപ്പൊ നല്ല ആശ്വാസം പോലെ തോന്നുന്നു. തൊട്ട് നോക്കിട്ട് മുഴയില്ല, മുഴയില്ല. യേശു വേദനയെ മാറി, വേദനയെ മാറി, വേദനയെ മാറി. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഒന്നുകൂടെ. കുനിയാൻ പറ്റത്തില്ലായിരുന്നു. നല്ലപോലെ ഒന്ന് കുനിഞ്ഞ്. കുനിയാൻ മേലാഞ്ഞ ആളിപ്പാണ്ട് ജിംനാസ്റ്റിക്സുകാർ കുനിയുന്ന പോലെ കുനിയുന്നു. കർത്താവ് അത്ഭുത വിടുതൽ പകർന്നതിനായി കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. എത്ര അത്ഭുതങ്ങൾ അവിടെ നടന്നതല്ലേ. മോളെ കർത്താവ് ഇറങ്ങി വന്ന് തൊട്ടു. പ്രിയപ്പെട്ടവരെ, ഇന്ന് തോമസ് കുട്ടി ബ്രദർ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? മുതിർന്നവർ വേണമെങ്കിൽ അതിനകത്ത് വേണ്ടാത്ത ദുർവ്യാഖ്യാനങ്ങൾ നൽകും. പക്ഷെ ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് അങ്ങനെ ഒന്ന് പറയിപ്പിക്കാൻ പറ്റുമോ ആരെ കൊണ്ടെങ്കിലും? ആ മോളെ കർത്താവ് ഇറങ്ങി വന്ന് തൊട്ടു. അവൾ ഹൃദയം നിറഞ്ഞ് അവൾ കരയുക. യേശു ആ കുഞ്ഞിനെ സൗഖ്യമാക്കി, ആ കുഞ്ഞിനെ സ്പർശിച്ചു. എന്തൊരു അത്ഭുതമാണ് നടക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഇന്ന് നിങ്ങളുടെ സ്വീകരണ മുറിയിലും യേശു കർത്താവ് ഇറങ്ങി വരും. നിങ്ങളൊന്ന് വിശ്വസിക്കുക, ഒന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളെ തൊടും കർത്താവ്. കർത്താവിന് മുഖപക്ഷമില്ലാത്തതുകൊണ്ട് ആര് പ്രാർത്ഥിച്ചാലും യേശു അവരുടെ അരികിൽ വരും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ പോവുകയാണ്. ഇന്ന് രോഗികളായിട്ടുള്ളവരെ കർത്താവ് അത്ഭുതകരമായി സൗഖ്യമാക്കും. യേശുവിൻ്റെ കൈ വന്ന് നിങ്ങളെ തൊടും. ഒന്ന് പ്രാർത്ഥിക്കുക. നാം ആ കണ്ണുകളെ ഒന്ന് അടച്ചാട്ടെ. പിതാവെ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമനപ്പെടുകയും ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പ്രിയ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഒരു മനസ്സോടെ ആയിരിക്കുമ്പോൾ അവരുടെ ആ സ്വീകരണ മുറിയിൽ അവർ ഇരിക്കുന്ന കസേരയ്ക്കരികിൽ എൻ്റെ പൊന്നു കർത്താവ് എഴുന്നള്ളി വരണം. ആ കുഞ്ഞിനെ തൊട്ടതുപോലെ എൻ്റെ യേശുവെ, അങ്ങയുടെ കൈ വന്ന ആ ഓരോ മക്കളെ തൊടുന്നതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുക. ആ കരസ്പർശം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
കർത്താവെ, അതുപോലെ തന്നെ രോഗികളെ ഇന്ന് സൗഖ്യമാക്കണം. മുഴകൾ അപ്രത്യക്ഷമാകട്ടെ, വളഞ്ഞ അസ്ഥികൾ നിവർന്നു വരട്ടെ, ശ്വാസ തടസ്സങ്ങൾ മാറട്ടെ, കിഡ്നിക്കും ലിവറുകൾക്കും സൗഖ്യം വെളിപ്പെട്ട് വരട്ടെ. പ്രത്യേകിച്ച് ലിവർ സിറോസിസ് രോഗികൾ എന്നെ കേൾക്കുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ആ പുതിയ ലിവറുകൾ അവിടെ സൃഷ്ടിക്കപ്പെടട്ടെ. മദ്യപാന ആസക്തി ആ മക്കളെ വിട്ട് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മയക്കുമരുന്നിൻ്റെ ആസക്തിയെ ഞാൻ ശാസിച്ച് പുറത്താക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹിക്കണം. കുടുംബജീവിതങ്ങളിൽ സമാധാനം നൽകണം. വന്ധ്യതയുടെ ആത്മാവിനെ ഞാൻ ശാസിച്ച് പുറത്താക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതെ നാളുകളായിട്ട് ഭാരപ്പെടുന്നവർക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ നൽകുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു എന്ന് സാക്ഷ്യം പറയുവാൻ ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. എല്ലാം എൻ്റെ യേശുവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടേണ്ടതിനായി തന്നെ. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയാൽ ആ മുഴകൾ അവിടെ ഇല്ല. അത്ഭുതങ്ങൾ നടന്നു കഴിഞ്ഞു. ആ കണ്ണിൻ്റെ കാഴ്ച തകരാറ് മാറി, ആ ശരീരത്തിലെ വേദനകൾ മാറി. പ്രത്യേകിച്ച് നട്ടെല്ലിൻ്റെ അറ്റഭാഗത്ത് ഏറ്റവും അടിവശത്ത് ഒരു തടിപ്പ്, ഒരു മുഴയായിട്ട് വേദനയാൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തി, ഒരു സഹോദരിയെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കി കഴിഞ്ഞു. നിങ്ങളുടെ സാക്ഷ്യം ഇപ്പോൾ ഈ കാണുന്ന നമ്പറുകളിൽ വിളിച്ചു പറയാൻ മടിക്കരുത്. ഞങ്ങൾ വളരെ ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണ്. അത് കേൾക്കുന്നത് ഞങ്ങൾക്കും സന്തോഷമാണ്. അതുകൊണ്ട് വിളിച്ചു പറയുക. തുടർന്നും നിങ്ങൾക്കൊരു പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാൻ മടിക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് ഇതേ ചാനലിൽ വീണ്ടും കാണും വരെയും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ ചിറകിൻ മറവിൽ സൂക്ഷിക്കട്ടെ. ഞാൻ നിങ്ങളെ എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.